ഏള്ളൂ. അപ്പം നമ്മൾ ഇന്നൊരു മീൻ പിടിച്ച വീഡിയോസാണ്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഒരു വലയിൽ പിടിച്ചതാണ്. ഇത് എങ്ങനെ പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗോതമ്പും നമ്മൾ ഇതിൻ്റെ ഈ തീറ്റ ഉണ്ടല്ലോ, കോഴിത്തീറ്റ, ഇതൊക്കെ പാടെ കൂടിയിട്ട് ഒക്കെ പാടെ നല്ല പൊടിച്ച്, അതേമാതിരി നമ്മൾ എസൻസ് ഇതൊക്കെ പാടെ നല്ല പൊടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ല പൊന്ത അടുത്തിൻ്റെ പോയിൻ്റെ ഫുള്ള് ഇടുക. അങ്ങോട്ട് കുറച്ച് നേരം ഇട്ട് കണ്ടവിടെ വെക്കാം കേട്ടോ. അപ്പത്തിന് ഇതായത് കുറച്ച് നേരം ഇട്ട് വെച്ച് എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വലൻ്റെ എടുക്കാൻ പറ്റില്ല, നമ്മൾ വീഡിയോ എടുത്തില്ല. എന്നിട്ട് അതേമാതിരി നമ്മൾ അതേമാതിരി അവിടെ കുറച്ച് കഴിഞ്ഞിട്ട്, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങനെ അവിടെ കോരുക. ഇതേമാതിരി വല ഇതാക്കിയാണ്ട് നമ്മൾ പിടിക്കാം. നമുക്ക് അങ്ങനെ നമ്മൾ ഒരിടത്ത് മാത്രം അവിടെ ചെയ്തിട്ട് ഈ അരികെ കൂടി 2-3-4 സ്ഥലത്ത് കൂടി ഇറങ്ങണം. എന്നിട്ട് നമ്മൾ ഒരട്ടായിട്ട് പിടിക്കുക കേട്ടോ. ഒരട്ട് പിടിക്കുക പിന്നെ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും വല പിടുത്തക്കാരാണ്, പക്ഷേ വല പിടിക്കുന്ന ഒരു രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഒന്ന് പിടിച്ച് നോക്കണം കേട്ടോ. നമ്മൾ വല പിന്നെ അതിൽ കാണിച്ചിട്ടില്ല, പക്ഷേ അന്ന് മൊബൈൽ കൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു പോയ കടന്നിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ പിടിച്ചത് ഇവിടെ ഭാഗത്തുണ്ട്, പാലക്കാട് ജില്ലയിൽ പോയിട്ടാണ് പിടിച്ചത്. ഇപ്പോൾ വെള്ളം എല്ലായിടത്തും കമ്മിയല്ലേ, അത്യാവശ്യം കുഴപ്പമില്ല മീൻ കിട്ടി. ഞങ്ങളൊരു 5-6 ആളുണ്ട്, ഒരാൾ ഒറ്റക്കൊന്നുമല്ല കേട്ടോ. 5-6 ആൾ പിടിച്ചിട്ടുണ്ട്, ഒരാൾ ഒറ്റക്കൊന്നല്ല. നല്ല മീനുകൾ, കുറച്ചൊക്കെ കുഴപ്പമില്ലാത്ത മീൻ കിട്ടി. വരാറുണ്ട്, ചേറാനുണ്ട്, അങ്ങനെ കുറേ മീനുകളൊക്കെ കുറച്ചൊക്കെ കിട്ടി, കുഴപ്പമില്ല. കൂടുതൽ വരാലാണ്. എല്ലാവരും ഇതൊക്കെ മാതിരി ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ മീൻ പിടിക്കാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ. ഇത് നമ്മൾ പൊടിച്ച് അതിൻ്റെ നല്ല എസൻസ് കൊണ്ട്, നമ്മൾ ഈ ബിരിയാണിക്ക് ഇതിനൊക്കെ എസൻസ് ഉണ്ടല്ലോ, എന്തിൻ്റെയും നല്ല എസൻസ് ഉണ്ടായി മണം വാസന. ആ എസൻസും ഈ ഇതും ഒക്കെ പാടെ പൊടിച്ച് അങ്ങനെ പൊടിച്ചിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം ഇടുക. ആ മീനുകളൊക്കെ എന്നിട്ട് അതിൻ്റെ വാസം മീനുകളൊക്കെ അവിടെ വരും. പിന്നെ നമ്മൾ ആ അതങ്ങനെ 2-3 സ്ഥലത്തുണ്ടോ, ഒരിടത്ത് മാത്രം ഇടുക ചെയ്താൽ. അപ്പോൾ ഒരിടത്തൊന്നും അത്ര മീനൊന്നും ഉണ്ടാവില്ല, കുറച്ച് തോന്ന സ്ഥലത്ത് കൂടി നമ്മൾ എവിടെയൊക്കെ ഇടാൻ കരുതിയെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇടുക. ഞങ്ങളതൊരു 10-15 ഓടത്ത് ഇട്ടിരുന്നു, എന്നിട്ടാണ് ഞങ്ങൾ പിടിച്ചത് കേട്ടോ. ഞാൻ ഒരിടത്ത് മാത്രം ഇടരുത്, അപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് പൊന്തിയില്ല ഇതൊക്കെ എല്ലായിടത്തും അങ്ങനെ തൊട്ട് കൊണ്ടുവരണം. വെറും ഒന്നും പുല്ലുകളോ ഇതൊക്കെ എല്ലായിടത്തും കൊണ്ടുവരണം കേട്ടോ. മീൻ ഇല്ലാത്തടത്തൊന്നും ഇടരുത്. മീൻ ഇല്ലാത്തടത്തിട്ട് ഇടും കാര്യം, നമ്മൾ മീൻ ഉണ്ടെന്ന് അറിയണം അവിടെ കൊണ്ടുവരണം. അത് കുറച്ചൊക്കെ മീൻ ഉണ്ടെങ്കിൽ അപ്പോൾ മറ്റുള്ള മീനുകളൊക്കെ അവിടെ വരും. 5-6 ആൾ മെനക്കെട്ടിട്ട് കിട്ടിയ കേട്ടോ. അതിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് ഒരു 10-15 കിലോ മീൻ കിട്ടിയെന്ന്. 2 ദിവസം മുന്നേ പിടിച്ച കേട്ടോ, 1 ദിവസം കൊണ്ട് പിടിച്ചല്ല. എന്നിട്ട് എന്തൊക്കെ, എല്ലാവർക്കും സുഖമല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ, അടിപൊളിയല്ലേ എല്ലാവർക്കും? ഇങ്ങനെയൊക്കെയാണ് മീൻ പിടിച്ചത് കേട്ടോ. നമ്മളെ ഈ മീൻ പിടിക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ വലിയ വലിയ വീഡിയോസൊക്കെ ഇടും, മീൻ പിടിക്കുന്ന വീഡിയോസുകളൊക്കെ ഇടും. അപ്പോൾ നമ്മളെ ഫോളോ ചെയ്യുക എല്ലാവരും കേട്ടോ. ഇയാൾ പിടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഇട്ടത്, അതുകൊണ്ട് മറ്റുള്ള ഒന്നും പിടിച്ചായിട്ടില്ല. ഇനി തീർച്ചയായിട്ടും മറ്റുള്ള വീഡിയോസുകളൊക്കെ അതിൻ്റെ ബാക്കിൽ വരും. ഞങ്ങളെല്ലാ വീഡിയോസും ഇതേമാതിരി ഇടും കേട്ടോ. അതേമാതിരി മറ്റുള്ള വീഡിയോസുകളൊക്കെ നമ്മളിങ്ങനെ ഇട്ട് കണ്ട് നിങ്ങൾക്ക് ഇതേമാതിരി കാണിച്ചു തരുന്നുണ്ട്, ഓരോരോ വീഡിയോസുകളൊക്കെ. എല്ലാവരും നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടനൊക്കെ അമർത്തി സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കേട്ടോ. മറ്റുള്ള വീഡിയോസ് അതേമാതിരി നല്ല വീഡിയോസ് ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ പിന്നിൽ വരും. അപ്പോൾ എല്ലാവരും അതൊക്കെ കാണുക. കുഴപ്പമില്ലാത്ത വീഡിയോസുണ്ടാകും, നല്ല മീൻ കൂടെ പിടിച്ചിട്ടുണ്ടാക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ബൈ.